ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്ന പ്രധാനപ്പെട്ട ആശങ്കകൾക്ക് ഇന്നിപ്പോൾ ഒരു പരിഹാരമാവുകയാണ്. നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിന് എല്ലാവിധ പിന്തുണയും താങ്കൾ നൽകുന്നുണ്ടല്ലേ? അല്ല, നിയമപരമായിട്ടുള്ള എല്ലാ നടപടികൾക്കും പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. രാവിലെ തന്നെ 6 മണിക്ക് സനന്ദ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ നിയമം അനുസരിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം അത് ചെയ്യാമെന്ന് പറഞ്ഞു. 7 മണിക്ക് ഞാൻ തിരിച്ചു വിളിച്ചിട്ട് ആരും പുറത്തിറങ്ങണ്ട, വീട്ടിനകത്ത് തന്നെ ഇരുന്നാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് അയാൾ സമ്മതിച്ചു. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പോകാൻ തയ്യാറായില്ല. അപ്പോൾ SI തന്നെ ഫോൺ അയാളെ കൊടുത്തു, മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ട്. ഇനി അവർ പോസ്റ്റ്മോർട്ടത്തിന്റെ ഇത് വരട്ടെ. അല്ല, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, നേരത്തെ നാട്ടുകാരങ്ങനെ പ്രതിഷേധം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടായ ആശങ്കയും മറ്റു കാര്യങ്ങളുമെല്ലാം ഹൈന്ദവ ആചാരങ്ങളുടെ ലംഘനമാണ് നടക്കുന്നത്, സമാധിയായ ഒരു മനുഷ്യന്റെ കല്ലറ പൊളിക്കുന്നത് ആചാര ലംഘനമാണ് എന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ വരികയാണ് ഉണ്ടായത്. അത്തരം രീതിയിലുള്ള ഒരു പ്രതിസന്ധിയോ പ്രശ്നമോ അവിടെ ഇല്ലല്ലോ. ഇത് നിയമ നടപടിയായി തന്നെ അങ്ങ് അവസാനിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ, അല്ലേ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ? നിയമ നടപടിയാണ് നടക്കുന്നത് എന്നുള്ള സംശയമില്ല. മക്കള് പറഞ്ഞ കാര്യങ്ങൾ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ്. ഇനി പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് കണ്ടെത്തണമെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം സമാധി ഇരുത്തിയ കാര്യവും അതുപോലെ ഭസ്മം ഇട്ടതും ഇട്ട അളവും എല്ലാം നേരത്തെ പറഞ്ഞതെല്ലാം ഇതുവരെ കറക്റ്റാണ്. ഇൻക്വസ്റ്റിലും യാതെ മുറിവുകളോ മറ്റൊന്നുമില്ല. പക്ഷെ വല്ല ശ്വാസം മുട്ടിയാണോ മരിച്ചത്, അതോ ശ്വാസം പോയതാണോ, അത് ഇനിയിപ്പോ പോസ്റ്റ്മോർട്ടത്തിൽ അറിയാമല്ലോ. അതിനുശേഷം ഒരു വ്യക്തമായ തീരുമാനത്തിലെത്താം. തീർച്ചയായും ശ്രീ വിഷ്ണുപുരം, നമുക്ക് നമ്മുടെ നാട്ടിലൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയ്ക്ക് അനുസൃതമായിരിക്കണം കാര്യങ്ങളെല്ലാം. കാരണം ഇനി ഒരു കൃത്യമായൊരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ കുടുംബത്തിനും മറ്റൊരു മനഃപ്രയാസവുമില്ല. അവിടെ ഈ പറഞ്ഞ രീതിയിൽ അവിടെ ഒരു സമാധി അതിന് കൂടുതൽ ശക്തി പ്രാപിക്കുക, അല്ലെങ്കിൽ കൂടുതൽ ഭക്തി ലയിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണങ്ങൾ കൂടുതൽ ശക്തമാക്കിയൊക്കെ ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി അങ്ങനെയെങ്കിലും ഒരുങ്ങുകയല്ലേ? പോസിറ്റീവ് അല്ലേ ഇത്? അല്ലല്ല, അതെ 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 ആളുകൾക്ക് തെറ്റിദ്ധാരണ, കേരളം ഒട്ടൊക്കെ തെറ്റിദ്ധാരണ നിൽക്കുമ്പോൾ അതിന്റെ സത്യം അറിയണം. അതിന്റെ നടപടി കൃത്യമായിട്ട് ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞത് അവർക്ക് നോട്ടീസ് കൊടുക്കണം, അവർക്ക് കോടതിയിൽ പോകാനുള്ള സമയം കൊടുക്കണം. കോടതിയിൽ പോയി കോടതിയും അതിലൊന്നും ഇടപെട്ടില്ല. അപ്പൊ എല്ലാവർക്കും നീതി കിട്ടി. ഇനി അതിൽ നടന്നത് എന്തെന്നുള്ളത് എനിക്കുൾപ്പെടെ അറിയണം. തെറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിന്റെ മുന്നിൽ നിയമപരമായിട്ട് തന്നെ പോകണം. അതിലൊന്നും ആരും സഹകരിക്കാൻ കാണില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ വിഷ്ണുപുരം. താങ്കൾ ആദ്യം ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നു, പക്ഷേ അതിനപ്പുറത്തേക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഒരു നിലപാട് വരുമ്പോൾ അതിനൊപ്പം സഞ്ചരിക്കുന്നത് വളരെ പ്രതീക്ഷയുള്ള വാചകങ്ങളാണ് താങ്കൾ കൂട്ടിച്ചേർത്ത്. വളരെ